നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൊഫഷണൽ ആൻസർ കീ ആണ്. കഴിഞ്ഞ ദിവസം നടന്ന ദഫേദാർ, പവർ ലോണ്ടറി അറ്റൻഡർ, മേഴ്സൺ, സ്വീപ്പർ, LGSൻ്റെ അതുപോലെ തുടങ്ങിയ തസ്തികകളിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ കേരള പീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 117/2025 ആണ്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ തന്നെ ഇതേ മാതൃകയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരികയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഒന്ന് വായിച്ച് പഠിച്ചിട്ട് പോവാം. ഫസ്റ്റ് വൺ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ സമരം. ആൻസർ നിസ്സഹകരണ സമരമാണ്. ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. എ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. ബി, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഡി, വിചാരണ കൂടാതെ തടവിലിടാം. ഇതിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ, ലാല ലജ്പത് റായ്. ബി, ബിപിൻ ചന്ദ്രപാൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. പൂന സന്ധി ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? എ, കസ്തൂർബ ഗാന്ധി, അരുണ അസഫലി, ക്യാപ്റ്റൻ ലക്ഷ്മി, സരോജിനി നായിഡു. ആൻസർ അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫലി. നെക്സ്റ്റ് വൺ, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ, രവീന്ദ്രനാഥ ടാഗോർ. ബി, ലാൽ ബഹദൂർ ശാസ്ത്രി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്. ചോദ്യം ഒന്നുകൂടി, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ്. ജയ് ഹിന്ദ് മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: ഒന്നാമത്തേത്, കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച്. അടുത്തത്, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. മൂന്നാമത്തേത്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഏത് ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങളും 1, 2, 3 3 കാര്യങ്ങളും ഏത് ആക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? ഓപ്ഷൻ എ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആക്ട്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട്. ഏത് ആക്റ്റാണ്? ആൻസർ ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതായത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അംഗീകാരം ലഭിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇതെവിടെയാണ് വരിക? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഉൾപ്പെടുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ, നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഓപ്ഷൻ ബി, ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. അടുത്തത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം ഒന്നുകൂടി, തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ
ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. എന്തിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചായിരുന്നു. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 8. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 32, 23, 41, 42 ഭേദഗതി. ആൻസർ ഏതാണ്? 42 ഭേദഗതിയാണ്. 42 ഭേദഗതിയാണേത്? ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42 ഭേദഗതിയാണിത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? എ ലോക്സഭ, ബി രാജ്യസഭ, സി രാഷ്ട്രപതി, ഡി പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആൻസർ പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പോലെ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ജനങ്ങളുടെ പരമാധികാരം, ബി മൗലിക കടമകൾ, സി മൗലിക അവകാശങ്ങൾ, ഡി മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? മൗലിക കടമകളെന്ന് അറിയപ്പെടുന്നു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? മൗലിക കടമകളെന്നാണ് അറിയപ്പെടുക. രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണെന്ത്? മൗലിക കടമകളെന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം. ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, അയ്യ വൈകുണ്ഠസ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി. സമപന്തി ഭോജനം ആരാണ്? സമപന്തി ഭോജനം എന്ന് പറയുമ്പോഴത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠസ്വാമികൾ ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ വേദാധികാര നിരൂപണം, ബി സമത്വ കേരളം, സി സമന്വയ കേരളം, ഡി വേദപ്രകാശം. ഇതിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി വരുന്നത്. നെക്സ്റ്റ് വൺ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി, സുബ്രഹ്മണ്യ ഭാരതി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി. ആൻസർ എന്താണ് ഇതിൻ്റെത്? ആൻസർ മറ്റാരുമല്ല. ആരാണത്? മഹാത്മാ അയ്യങ്കാളിയാണ്. എന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം, കാണുന്ന പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് ഞങ്ങൾ കുരിപ്പിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ കൃഷി ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ആരാണത്? മഹാത്മാ അയ്യങ്കാളിയാണത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറഞ്ഞ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1 ക്ഷേത്രപ്രവേശന വിളംബരം, ചാനാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അതായത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. സവർണജാഥ വൈക്കം സത്യാഗ്രഹം. അടുത്തത്, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുക. ആലപ്പുഴ, അമ്പലപ്പുഴ, ആലുവ, അരുവിപ്പുറം. സർവമത സമ്മേളനം എവിടെയാണ്? ആലുവയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സർവമത സമ്മേളനം നടത്തിയത്. ആലുവയിലാണ് സർവമത സമ്മേളനം നടത്തിയത്. ആലുവ, എറണാകുളം അല്ലേ? ആലുവ സർവമത സമ്മേളനം. അടുത്തത്, എന്താണ് ബന്ധു ക്ലിനിക്ക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക്ക് പദ്ധതി? ഓപ്ഷൻ എ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അടുത്തത്, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ആൻസർ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണെന്ത്?
ബന്ധു പദ്ധതി. അതായത് അവരെ നമ്മൾ എന്താക്കി കാണുന്നുണ്ട്, അതിഥികളായി വന്ന് പുറത്തുനിന്ന് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ നമ്മൾ എന്തായിട്ട് കണ്ടുപിടിച്ചു, അതിഥികളാണെന്ന് പറയില്ലേ. സോ ദേ ആർ ബന്ധുക്കളാണെന്നും നമുക്ക് പറയാം. അതിഥി, ബന്ധുക്കൾ, അങ്ങനെ ബന്ധു ക്ലിനിക്ക് നമ്മൾ തുടങ്ങി. നെക്സ്റ്റ്, സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതെന്ന് കണ്ടെത്തുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഓപ്ഷൻ എ മലയാള മനോരമ, ഓപ്ഷൻ ബി ദീപിക, ഓപ്ഷൻ സി കേരള കൗമുദി, ഓപ്ഷൻ ഡി മാതൃഭൂമി. ആൻസർ മാതൃഭൂമിയാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് മാതൃഭൂമി പത്രത്തിൻ്റെ ആപ്തവാക്യം. സത്യം, സമത്വം, സ്വാതന്ത്ര്യമാണ് മാതൃഭൂമി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോഴാണ്? ആൻസർ 26 ജനുവരി 1950. 26 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. നെക്സ്റ്റ് വൺ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുക? ഉരുക്കു മനുഷ്യൻ ആരായിരുന്നത്? സർദാർ പട്ടേൽ ആയിരുന്നു അല്ലേ? സർദാർ പട്ടേൽ. ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേൽ. ഉരുക്ക് പട്ടേൽ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിദ്യാഭ്യാസത്തെ സംസ്കാരവും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറയുക. എവിടെയാണ് എൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പല്ലേ രൂപീകരിച്ച്. സോ ന്യൂഡൽഹിയാണ് എൻ്റെ ആസ്ഥാനം. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ന്യൂഡൽഹി ആയിരിക്കും എൻ്റെ ആസ്ഥാനമെന്ന്. അടുത്തത്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരിക്കും? ആൻസർ ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. 52 ഭൂഷൺ അല്ലേ? 52 ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. 52ാമത്തത് ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. അടുത്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ചുമതലയേറ്റത് ആരാണ്? 26ാമത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണർ ആരാണത്? ആൻസർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26th സഞ്ജയ് മൽഹോത്രയാണ് ഗവർണർ. റിസർവ് ബാങ്ക് പണം. സഞ്ജയ് മൽഹോത്ര പണം. നെക്സ്റ്റ്. തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി കന്നുകാലി വളർത്തൽ, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ഗതാഗതം. ഇതിൽ പ്രാഥമിക മേഖലയിൽ ഫസ്റ്റിൽ ഉൾപ്പെടാത്തത് ആരായിരുന്നു ഫസ്റ്റിൽ ഉൾപ്പെടുത്തത്? ആൻസർ ഗതാഗതമായിരുന്നു. ഗതാഗതം പ്രാഥമികത്തിൽ വരുന്നില്ല, ഫസ്റ്റിൽ വരുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. 26th ആണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് ആണ്? ആൻസർ പശ്ചിമഘട്ടം. ആനമലയും ഏലമലയും ഒക്കെ വരുന്നത് എവിടെയാണ്? അപ്പോൾ പശ്ചിമഘട്ടമാണ് ആൻസർ. പശ്ചിമഘട്ടം. നെക്സ്റ്റ് വൺ. ഹോർത്തൂസ് മലബാറിക്സ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ആൻസർ 742. ഓപ്ഷൻ സി 742 സസ്യങ്ങൾ
ഔഷധ സസ്യങ്ങളാണ് 742. ഔഷധ 742. ഔഷധ 742 സസ്യങ്ങൾ. നെക്സ്റ്റ് വൺ, സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ് ഭാഷയിലെ. സുബ്രഹ്മണ്യം അല്ലേ, പഴനിമല, തമിഴ് ഭാഷയിലെ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തതാണ്? വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത്. ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ആവർത്തന ചോദ്യങ്ങളാണ്. തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ എന്താണ്? സഹകരണ ബാങ്കാണ് അല്ലേ. സഹകരണ ബാങ്ക് വാണിജ്യ ബാങ്കായി വരുന്നില്ല അല്ലേ. പകരം ആരൊക്കെ വരുന്നുണ്ട്? പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക് അല്ലേ. വിദേശ ബാങ്ക് എന്താണ്? വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്നുണ്ട്. വാണിജ്യ ബാങ്കിൽ പെടാത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? സഹകരണ ബാങ്ക് എന്ന് പറയാം. സഹകരണ ബാങ്കാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ വി അബ്ദുറഹ്മാൻ. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാറാണ്. നെക്സ്റ്റ് വൺ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം എന്നാണ്. അടുത്തത്, ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയത് കേരളം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. നെക്സ്റ്റ് വൺ, മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഋതുക്കൾ എന്നാണ്. മൗസീം ഋതുക്കൾ അല്ലേ. മൗസീം ഋതുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മൗസീം ഋതുക്കൾ എന്നാണ് അർത്ഥം. മൗസീം ഋതുക്കൾ. ഇനി ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആൻസർ കറുത്ത മണ്ണ് അല്ലേ. കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? പടിഞ്ഞാറ് ഭാഗം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം. ആൻസർ അറബിക്കടൽ. പടിഞ്ഞാറ് അറബിക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്. അടുത്തത്, ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ആൻസർ അരാവലി പർവ്വതങ്ങൾ. അരാവലി നിരകളാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഉത്തര മഹാസമതലം. ഭൂപ്രകൃതി വിഭാഗത്തിൽ ഓപ്ഷൻസ് വായിക്കുമെന്ന് മലനാട്, തീരപ്രദേശങ്ങൾ, ഉത്തര മഹാസമുദ്രം, ഇടനാട്. ഇതിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തര മഹാസമുദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതൊക്കെയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ചന്ദ്രഗിരി പുഴയുണ്ട്, ചാലിയാർ, പെരിയാർ, പാമ്പാർ. ആൻസർ നമുക്ക് എന്തെന്ന് പറയാം? ഉറപ്പായിട്ടും ചാലിയാർ അല്ലേ. ആണോ? അല്ല, പാമ്പാർ. ചാലിയാർ അല്ല, പാമ്പാർ. ഓക്കെ. നെക്സ്റ്റ് വൺ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന
കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ അല്ലേ, വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യപർവ്വതം എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, നീലഗിരി കുന്നുകൾ, പളനി കുന്ന്. ഇതിൽ സഹ്യപർവ്വതം ആരാണ്? പശ്ചിമഘട്ടം അല്ലേ, പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിനോദ നികുതി, ഓപ്ഷൻ ബി ഭൂനികുതി, ഓപ്ഷൻ സി കോർപ്പറേറ്റ് നികുതി, ഓപ്ഷൻ ഡി സ്റ്റാമ്പ് നികുതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതിയാണ്. നെക്സ്റ്റ് വൺ, സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ആൻസർ ഏതാണ്? പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്, മലനാട്, പീഠഭൂമികൾ, തീരപ്രദേശം. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. ദേശീയപാതകൾ ഇടനാടാണ്. അതിൽ കൂടെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ പറഞ്ഞവയിൽ ഏതൊക്കെയാണ്? ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? എ മാലിന്യമുക്തം നവകേരളം, ബി തെളിനീരൊഴുകും നവകേരളം, സി ഇനി ഞാൻ ഒഴുകട്ടെ, ഡി ജൽ ജീവൻ മിഷൻ. ഇതിൽ ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ആൻസർ ഇനി ഞാൻ ഒഴുകട്ടെ. എന്തിനെക്കുറിച്ചുള്ളതാണത്? ജലസ്രോതസ്സുകൾ, അതാണ് ഇനി ഞാൻ ഒഴുകട്ടെ. നെക്സ്റ്റ് വൺ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? സുഭിക്ഷ കേരളം. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സുഭിക്ഷ കേരളം. നെക്സ്റ്റ് വൺ, 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതാണ്? സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരം. ആൻസർ വൈഭവ് സൂര്യവംശിയാണ്. പ്രായം കുറഞ്ഞ താരമാരാണ്? വൈഭവ് സൂര്യവംശി. അടുത്തത്, ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിൻ്റെ 2025 ജേതാവാരാണ്? JC ഡാനിയലിൻ്റെ 2025 ജേതാവാരാണ്? ഏറ്റവും പുതിയ കറണ്ട് അഫയർ അല്ലേ, ജേതാവ് ആരാണ്? ആൻസർ എന്താണ്? ഷാജി എൻ കരുണിനാണ് ലഭിച്ചേക്കുന്നത്. JC ഡാനിയൽ അവാർഡ് ആർക്കാണ്? ഷാജി എൻ കരുൺ. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ഒന്നാം സ്ഥാനക്കാർ എവിടെയാണ്? ആൻസർ കൊല്ലം ജില്ല. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ആർക്കാണ്? ഏതാണിത്? വിഴിഞ്ഞം തുറമുഖം. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശിനിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ആൻസർ ഡയഫ്രം. നെക്സ്റ്റ് വൺ, ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ തലഭാഗം ഇതാണെങ്കിൽ തൊട്ട് താഴെ വരുന്ന ഭാഗമാണെന്ത്? ഔരസാശയം ഇതാണെങ്കിൽ അത് നമ്മുടെ വാരിയലുകളുണ്ട് ഇവിടെ അല്ലേ,
വാരിയിലുണ്ട്. ബാക്കി ഭാഗം ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇങ്ങനെ ഇരിക്കും. വയറിൻ്റെ ഭാഗം ഇവിടെ. ബാക്കി ഭാഗമാണ് നമ്മുടെ വയർ വരുന്ന ഭാഗമാണെന്ത്, ഉദരാശയം. ഇത് വയറ് ഭാഗം, ഇത് ഉദരാശയമാണ്. ബാക്കി 2 കാല് നമുക്കിവിടെ. അപ്പം ഈ ഓരോ സാശയത്തെയും ഇതിനെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പാർട്ടീഷനാണെന്ത്, ഡയഫ്രം എന്ന് പറയില്ലേ. അതിങ്ങനെ ആവാം, ചില സമയങ്ങളിത് നേരെയും ഇരിക്കാം. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അകത്തേക്ക് എടുക്കുമ്പോഴും എന്താ, ഡയഫ്രം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു സാശയത്തെയും ഈ മുകൾ ഭാഗത്തെയും ഈ ഭാഗത്തെയും ഉദരാശയത്തെയും നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് തമ്മിൽ വേർതിരിക്കുന്ന ആ പേശി നിർമ്മാണ ഭാഗം, ഭിത്തിയുടെ ഭാഗം, പാർട്ടീഷൻ്റെ ഭാഗം എന്താണ്, ഡയഫ്രം എന്നാണ് പറയുക അല്ലേ. അത് വില്ല് പോലെ ഇരിക്കാം, ഇതുപോലെ ഫ്ലാറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ശ്വാസം എടുക്കുന്നതും തിരികെ വിടുന്നതും അനുസരിച്ചായിരിക്കും അതിൻ്റെ നേരെയാവുന്നതും ഇതുപോലെ വില്ല് പോലെ ഇരിക്കുന്ന ഭാഗവും ആയിത്തീരുക. ഡയഫ്രം എന്ന് അതിനെ പറയുക. നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഭക്ഷ്യവിള ഇന എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. ഭക്ഷ്യവിള നെല്ല്, മുളക്, പയർ, തക്കാളി. ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ടാമത്തതാണ്. മുളക്, ഉജ്ജ്വല. ഓക്കെ, നെക്സ്റ്റ് വൺ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നിരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണിത്? മസനോബു ഷിക്കുവോക്ക. എപ്പോഴും കേൾക്കുന്നതാണത്, മസനോബു ഷിക്കുവോക്കയാണ്. മനുഷ്യനും പ്രകൃതിയുമായിട്ട് കണക്ഷനുള്ള പദങ്ങൾ എപ്പോഴും ആരുടെ വരിക, ഷിക്കുവോക്കയുടെ പദങ്ങളാണ് വരിക. മനുഷ്യനും പ്രകൃതിയും ഉള്ളത് വരുന്നത്. നെക്സ്റ്റ് വൺ. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഭൂമിയിലെ എത്രമാത്രം ഓക്സിജൻ ഉണ്ട്, എത്രമാത്രം ഓക്സിജൻ ഭൂമിയിൽ അടങ്ങിയിട്ടുണ്ട്, എത്രമാത്രമുണ്ട്? 20.9% ഉള്ളൂ അല്ലേ. 20.9% മാത്രമേ എന്തുള്ളൂ, 100ൽ 20 അപ്പോൾ അല്ലേ, 100ൽ 20 അത്രയും എന്തുള്ളൂ, ഓക്സിജൻ ഉള്ളൂ അല്ലേ. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ എ ഉണ്ട്, വിറ്റമിൻ ഡി ഉണ്ട്, വിറ്റമിൻ ബി ഉണ്ട്, വിറ്റമിൻ സി. ആൻസർ നമുക്കെന്ത് പറയാം അല്ലേ, സി ആണ്. ഓക്കെ, ത്വക്കായാലും പല്ലായാലും മോണയിൽ നിന്നും ബ്ലഡൊക്കെ വരും. സി ഇല്ലെങ്കിൽ, വൈറ്റമിൻ സി ഇല്ലെങ്കിൽ അത് വരാം അല്ലേ. പല്ലിനെ ബാധിക്കുന്ന വെച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റും, സി ഉണ്ടെങ്കിലേ വൈറ്റമിൻ ഡിയെ കൂടി അബ്സോർവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ത്വക്കും എന്താണ്, സീരയാണ്. അപ്പോൾ ത്വക്കും പല്ല്, മോണ എന്നിവ എന്താണ്, വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയ്ക്ക് അസുഖമുണ്ടാകുക. നമുക്ക് സി കുറയുമ്പോൾ മോണയിൽ നിന്ന് ചോര വരും നമുക്കറിയാം, ബ്ലഡ് വരും നമുക്കറിയാം അല്ലേ. പല്ലെന്ന് പറയുമ്പോൾ സി കണക്ഷൻ വരുന്നത്, വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ ഡിയെ കൂടി അല്ലേ. പല്ലിൻ്റെയൊക്കെ ബലത്തിനും ആര് വേണം, വൈറ്റമിൻ ഡി വേണം അല്ലെ, പൊടിഞ്ഞു പോകും. കാൽസ്യം വേണം, കാൽസ്യം വേണമെങ്കിൽ ആര് വേണം, ഡി വേണം. അത് കണക്ഷൻ വേണമെങ്കിൽ സി വേണം. അതാണ് കണക്ഷൻ വന്നേക്കുന്നത്, ത്വക്ക്, പല്ല്, മോണ. നെക്സ്റ്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണത്? നെക്സ്റ്റ്, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. പഴയ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ആൻസർ കല്ലേൻ പൊക്കുടൻ. അതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം ഏതിൻ്റെയുമാണ്? ആൻസർ നമുക്കെന്ത് പറയാൻ പറ്റും? ആൻസർ 8 അല്ലേ, ഒക്ടറ്റ്. 8 വരേണ്ടത്. പരമാവധി എത്ര ഉൾക്കൊള്ളാൻ പറ്റും? 8 പറ്റുക. നെക്സ്റ്റ്, തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ക്രയോലൈറ്റ്. നെക്സ്റ്റ് വൺ. 1 കലോറി ഈക്വൽ ടു, 1 കലോറി അല്ലേ, കലോറിഫിക് മൂല്യം. 1 കലോറി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഊർജത്തിൻ്റെ, അതാണ് കലോറി. 1 കലോറി എത്ര ജൂളാണ്? എത്ര ജൂൾ? 1 കലോറി എത്ര ജൂളാണ്? ആൻസർ 4.2 ജൂളാണ്. 1 കലോറി എന്ന് പറയുമ്പോഴത് 4.2 ജൂളാണ്. അടുത്തത്,
പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. തറയിലൂടെ, വായുവിലൂടെ, ശൂന്യതയിലൂടെ, ജലത്തിലൂടെ. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഏതാണ്? തറയിലൂടെ അല്ലേ? തറയാണ്. നമ്മൾ ശക്തി വെച്ച് ചവിട്ടി പോകാമെന്ന് പറയത്തില്ലേ? ശബ്ദം ഉണ്ടാക്കി നമ്മൾ പോയാൽ പാമ്പ് പോകുമെന്ന് നമ്മൾ വിചാരിക്കില്ലേ? അപ്പോൾ പാമ്പിന് ആ ഒരു കമ്പനങ്ങൾ, നമ്മൾ ചവിട്ടി വരുമ്പോൾ ഉള്ള കമ്പനങ്ങൾ പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അർത്ഥം. അത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. മാസ്, ഇത്ര ഭാരമുണ്ട്, കിലോഗ്രാം. അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. അടുത്തത്, ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ വീനസ് ഓർബിറ്റൽ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഹാൻകാങ് ആണ്. ബന്ധമില്ലാത്ത ഹാൻകാങ്. നെക്സ്റ്റ്, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ആൻസർ ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്നാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരിൽ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. നെക്സ്റ്റ്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? പ്രമേഹമുണ്ട്, അതുപോലെ എന്താണ്, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദമുണ്ട്, ഫാറ്റി ലിവർ അല്ലേ? രക്തധമനികളുള്ളപ്പോൾ അതിനകത്ത് ഇതിലേക്ക് കൊഴുപ്പടിഞ്ഞ് കയറുമ്പോൾ ഇതിൽ കൂടിയുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറഞ്ഞിരിക്കും. നല്ല സ്പീഡിൽ ബ്ലഡിൽ പോകാൻ സാധിക്കില്ല. അപ്പം വളരെ പ്രഷർ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ജീവിത ശൈലി, കൊളസ്ട്രോളൊക്കെ പിടിക്കുമ്പോൾ അല്ലേ, എന്ത് അസുഖം നമുക്ക് ഭാവിയിൽ ഉണ്ടാകാം എന്നാലോചിച്ച് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും അല്ലേ? എന്താ സംഭവിക്കുക? അമിത രക്തസമ്മർദ്ദം അല്ലേ? BP ആണുള്ളത്. നെക്സ്റ്റ് വൺ, എയ്ഡ്സ് രോഗം പരത്തുന്നത് എങ്ങനെയാണ്? എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെയാണ്. ഓപ്ഷൻ ബി ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ. ഓപ്ഷൻ സി HIV ബാധിതരുമായ ലൈംഗിക ബന്ധത്തിലൂടെ. ഓപ്ഷൻ ഡി കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. ആൻസർ എന്താണത്? ഓപ്ഷൻ സി ആണ്. HIV രോഗബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. അതല്ലാതെ അവിടെ അടുത്തിരുന്നത് കൊണ്ടോ അല്ലേ, അല്ലാതെ ഒന്നും തന്നെ പോവില്ല. പക്ഷേ സ്രവങ്ങളിലൂടെ പകരാം. വായം തുപ്പൽ തെറിച്ച സ്രവങ്ങൾ, ഉമിനീർ സ്രവങ്ങളിലൂടെയും ബൈ ചാൻസ് വരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ HIV ബാധിതരുമായ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നുണ്ട്. നെക്സ്റ്റ്, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ജനറ്റിക് ഡിസീസാണ്. ജനിതക വൈകല്യം, ജീൻസിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണെന്ത്? ഹീമോഫീലിയ. അത് അടുത്തടുത്ത റിലേഷൻ തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പണ്ട് എലിസബത്തിൻ്റെ രാജ്ഞി പോലുള്ള അവിടെയാണ് എന്ത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അടുത്തടുത്ത റിലേഷൻ തമ്മിലുള്ള ബന്ധത്തിലുള്ള ആൾക്ക് വിവാഹം കഴിക്കുമ്പോൾ എന്താണ്, അങ്ങനെ ജനറ്റിക്കലി പകരുന്ന അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകർന്നു വരുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന അസുഖമായിരുന്നു എന്ത്? ഈ ഹീമോഫീലിയ. അതായത് ബ്ലഡിൻ്റെ അകത്ത് എന്താ പറയുക, ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടുന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, ബ്ലഡ് രക്തം കട്ട പിടിക്കാൻ സാധിക്കാതെ വരുന്നു. അതാണ് ഹീമോഫീലിയ. ഹീമോഗ്ലോബിൻ, ഹീമോഫീലിയ ഓർത്തിരുന്നാൽ മതി. അപ്പം ബ്ലഡ് കട്ട പിടിക്കാൻ സാധിക്കില്ല, ആ ഫാക്ടർ ഉണ്ടാവില്ല അല്ലേ? വൈറ്റമിൻ K കട്ട പിടിക്കാൻ ആവശ്യം നമുക്കറിയാം. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? ത്രോംബോപ്ലാസ്റ്റിനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ക്രിസ്മസ് ഫാക്ടർ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ജീൻ്റെ അഭാവത്താൽ ഇവിടെ രക്തം കട്ട പിടിക്കാനുള്ള ഇതില്ല. അത് പാരമ്പര്യമായി കിട്ടുന്നതാണ്. അതെങ്ങനെ ഉണ്ടാവാം? അതായത് അടുത്ത റിലേഷൻ തമ്മിൽ, അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകുന്ന, അവിടെ ഇതാണെന്നറിയോ, അവിടെ എന്താ എക്സ്പ്രസ് ചെയ്യാതെ കിടക്കുന്ന ജീൻസ് ഉണ്ടാവും അവിടെ. ഇപ്പോൾ ഒരു റിലേഷൻ ആകുമ്പോൾ എക്സ്പ്രസ് ചെയ്യാതെ ജീൻ കിടക്കുമ്പോൾ അടുത്താണെങ്കിൽ അടുത്ത ലെവലൊക്കെ അത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജീൻസ് അതിനെപ്പറ്റി പറയാൻ കുറേ ഉണ്ട്. നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ജനറ്റിക് രോഗമാണ് ശരിക്കും എന്തായാലും ഹീമോഫീലിയ.
നെക്സ്റ്റ് വൺ, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? പുകവലി, ഫാറ്റി ലിവർ, തിമിരം, മന്ത്, ശ്വാസകോശ ക്യാൻസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ശ്വാസകോശ ക്യാൻസർ. ബാക്കിയൊന്നുമല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ഷയരോഗബാധയെ തുടർന്ന് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ആൻസർ BCG വാക്സിൻ. ഈ BCG വാക്സിൻ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. BCG ഇപ്പോൾ ക്ഷയരോഗം വീണ്ടും നമ്മൾ പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇത് പാലിക്കണം. ഈ ക്ഷയരോഗം എന്നുള്ള സംഭവം ഇപ്പോൾ പരക്കെ വീണ്ടും പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ BCG തന്നെ കൃത്യമായി കുട്ടികൾക്കാണെങ്കിലും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത് BCG വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം. ഓക്കെ, അപ്പോൾ ക്ഷയരോഗം BCG. ഇനി താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം, വായുവിലൂടെ പകരുന്ന രോഗം, വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏതാണ്? അഞ്ചാമ്പനി, TB, മലേറിയ, കുഷ്ഠം. ഇതിലേതാണ് വായുജന്യ രോഗം, വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ നമുക്കെന്ത് പറയാം? മലേറിയ ആണ് അല്ലേ? മലേറിയ പരത്തുന്ന ആരാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ? അത് വൈവാക്സ്. നെക്സ്റ്റ് വൺ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ ഏതാണ്? ആരോഗ്യകിരണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. നെക്സ്റ്റ് വൺ, കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കുഷ്ഠം, അശ്വമേധം കുഷ്ഠം. അടുത്തത്, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ പേരെന്താണ്? കൊച്ചുവേളിയുടെ പുതുക്കിയ പേര് എന്താണ്? തിരുവനന്തപുരം നോർത്ത് എന്നാണ്. നെക്സ്റ്റ് വൺ, 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലേതാണ്? ഏറ്റവും വലിയ ചരക്ക് കപ്പലേതാണ്? MSC ക്ലോട്ട് ഗിറാർഡൈറ്റ്. MSC ക്ലോട്ട് ഗിറാർഡൈറ്റ് വിഴിഞ്ഞം തുറമുഖം. ഗിറാർഡൈറ്റ് വിഴിഞ്ഞം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു വന്നത് ഗിറാർഡൈറ്റ്. നെക്സ്റ്റ് വൺ, 8.5 × 6.3 K ആണെങ്കിൽ Kയുടെ വില എത്രയാണ്? Kയുടെ വില ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 53.55 ആണ്. അടുത്തത്, 135, 75, 90 എന്നീ 3 സംഖ്യകളുടെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 15. അടുത്തത്, √9 + 16 X ആണെങ്കിൽ Xൻ്റെ വില എത്രയാണ്? ആൻസർ 5 ആണ്. നെക്സ്റ്റ് വൺ, 108 കിലോമീറ്റർ വേഗതയിൽ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ 1800 മീറ്റർ. നെക്സ്റ്റ് വൺ, 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ 448 രൂപ. നെക്സ്റ്റ് വൺ, 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? 1.01. നെക്സ്റ്റ് വൺ, ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ആൻസർ ഓപ്ഷൻ ബി 200 ലിറ്റർ. നെക്സ്റ്റ് വൺ, √1225 = 35 ആണെങ്കിൽ
റൂട്ട് ഓഫ് 0.1225 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 0.35. നെക്സ്റ്റ് വൺ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്നും നേടിയത് 6, 50, 20, 24 റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? 25 റൺസാണ്. നെക്സ്റ്റ് വൺ. 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഖ 3ഉം ആണെങ്കിൽ ലസാഗു എത്രയാണ്? ആൻസർ 12. 22, 27, 31, 34, 36 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്രയാണ്? 37 ആണ്. നെക്സ്റ്റ് വൺ. ഒരു പ്രത്യേക കോഡിൽ BIJU എന്നത് CJKV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ REMA എന്നതിനുള്ള കോഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ SFNB. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ത്രികോണം, ചതുർഭുജം, വൃത്തം, പഞ്ചഭുജം. ആൻസർ ഓപ്ഷൻ സി വൃത്തമാണ്. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? ആൻസർ ഓപ്ഷൻ എ 24 വയസ്സ്. നെക്സ്റ്റ് വൺ. 18 - 4 × 8 / 2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 2. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ സി 21. അടുത്തത് 62K എന്ന 3 അക്ക സംഖ്യ 3ൻ്റെ ഗുണിതമാണെങ്കിൽ Kയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 മാത്രം ശരിയാണ്. നെക്സ്റ്റ് വൺ. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടിക്ക് 32ാമത് ഇരിക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 17ാമത് ഇരിക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര റോസാ ചെടികൾ ഉണ്ട്? ഓപ്ഷൻ സി 48. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് കലം, അടുപ്പ്, അടുക്കള, വീട്, ഗ്രാമം. നെക്സ്റ്റ് വൺ. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചു, വടക്കോട്ട് പോയി. അതിനുശേഷം 8 കിലോമീറ്റർ വടക്കോട്ട് പോയി. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് പോയി. ശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് പോയി. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അല്ലേ? ഒക്കെ വരച്ച് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? നെക്സ്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2 കിലോമീറ്റർ വടക്കാണ് അയാളുടെ സ്ഥാനം. ആൻസർ 2 കിലോമീറ്റർ വടക്കാണ് ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.